പ്രസന്റേഷൻ കൊടുക്കണം. അതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ ആവശ്യപ്പെടണം, റിവ്യൂ സഹിതം നമ്മൾ ആവശ്യപ്പെടണം. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ നിയമം കൂടി പാർലമെന്റ് വഴി നിർമ്മിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് വെക്കാവുന്നതാണ്. പിന്നെ നമുക്കറിയാം 15-ന് ഒരു 5 എന്ന് പറയുന്ന ഒരു കാര്യങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു മുമ്പേ, അത് ഈ മൈനോറിറ്റി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സംവരണമൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വന്നത് നമുക്കറിയാം. കാരണം നമ്മളിപ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മൾ സംവരണം ചോദിക്കുന്ന സമയത്ത് അവരെ ഉൾപ്പെടുത്താനേ നമുക്ക് പറ്റില്ല. അവരൊഴികെ ഈ ഹിന്ദുക്കളോ അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരോ നായന്മാരോ പിന്നെ എന്താ പറയുക ഇരവരൊക്കെ നടത്തുന്ന സ്കൂളിൽ മാത്രമേ നമുക്ക് സംവരണം ചോദിക്കാൻ പറ്റും. നമ്മുടെ ആളുകൾക്ക് ഒരെണ്ണം 3 കോളേജ് ഉണ്ട്. അവരെങ്ങനെയാണെന്നുള്ളതൊന്നും കൃത്യമായിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല അതിനെക്കുറിച്ച്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഈ പറയുന്നത് ഒരിക്കലും എൻ്റെ ഒരു ഓർമ്മയിൽ കെ.ടി. ബാലകൃഷ്ണൻ സാർ പറഞ്ഞതുപോലെയാണ് തോന്നുന്നത്. അദ്ദേഹം കൂടെ കൂടി എഴുതിയതാണ് ഈ സംസ്ഥാനം എനിക്ക് തോന്നുന്നതായിരിക്കും മൈനോറിറ്റിയുടെ. അപ്പം ഈ വക 2-3 കാര്യങ്ങളിലൂടെ അതിനകത്ത് അമെൻഡ് ചെയ്ത് വരുത്താം എന്നുള്ള ഒരു സജഷനും കൂടെ നമ്മുടെ ഈ കൂടെ വെക്കാവുന്നതാണ്. പിന്നെ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു ഡേറ്റ ഉണ്ടോ എന്നുള്ളത്, കാരണം നമ്മൾ ആദ്യം മുതലേ ആവശ്യപ്പെടുന്നുണ്ട്. കോൺഗ്രസിന്റെ ആളുകൾ തൊട്ട് സർക്കാർ തൊട്ട് സർക്കാർ എന്ന് പറയാൻ പറ്റില്ല, ആളുകൾ തൊട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഒരു സെൻസസ്, ജാതി സെൻസസിൽ വരുമ്പോഴും ഈ പറഞ്ഞതുപോലെ അതിന് ഇക്കണോമിക് ആയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ് ജാതി സെൻസസിൽ വരുന്നത്. അപ്പൊ അതിനകത്ത് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ എത്ര അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അറിയില്ല. കാരണം 64A എന്ന് പറഞ്ഞിട്ടും 64A നമുക്കറിയാം പ്രൊമോഷനിലെ സംവരണം. ആ പ്രൊമോഷനിലെ സംവരണം എന്നുള്ള 16(4)A വന്നതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായതാണെന്നാണ് എൻ്റെ ഒരു നിഗമനപ്പെടുക. ഭയങ്കരമായിട്ട് അതിനെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഈ ഒരു പ്രൊമോഷൻ സംവരണം എന്ന് വെച്ചാൽ വളരെയധികം ആളുകളെ അത് അസ്വസ്ഥരാക്കി. അവിടെ നിന്നാണ് അതായത് ഈ ഗവൺമെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ 16(4)A എന്ന് പറഞ്ഞാൽ അവസാനം ആ ഒരു അതിന്റെ ഒരു പിന്നീടാണ് ഇത് ഒരു ഇനേബിളിംഗ് പ്രൊവിഷൻ ആണ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് കണ്ടിരുന്ന സാധനം അതിനെ ഇനേബിളിംഗ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ആണ് പിന്നീട് അത് ഈ 16(4)A വരുമ്പോഴാണ് അത് വരുന്നത്. പിന്നെ ആ 16(4)B എന്ന് പറയുന്നതാണ് ഈ ബാക്ക്ലോഗ് വേക്കൻസി ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. അതിന് എത്ര ബാക്ക്ലോഗ് വേക്കൻസീസ് ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കണക്ക് നമ്മുടെ കയ്യിലില്ല. നമ്മളത് ചോദിച്ചിട്ടില്ല. കാരണം അത് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമോ അല്ലെങ്കിൽ നമ്മളതിനെ കുറിച്ച് ചിന്തിക്കാതിരുന്നത് കൊണ്ടോ അതോ ഉദ്യോഗത്തിലിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതിരുന്നതുകൊണ്ടോ ആ ഒരു കണക്കൊന്നും നമ്മുടെ കയ്യിലില്ല. അതായത് ബാക്ക്ലോഗ് വേക്കൻസീസിൽ എത്ര എണ്ണം ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നികത്താതെ പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ഒരിക്കലും ചോദിച്ചിട്ടില്ല. ശരിക്കും അത് ചോദിക്കേണ്ടതായിരുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ കാര്യത്തിലായാലും പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള സംവരണം നടത്തുന്നതേ ഇല്ല. അപ്പൊ ഞങ്ങളൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻട്രസ്റ്റിന്റെ വകയായിട്ടാണ് കൊടുത്തത്. 2-3 പിള്ളേരെ എവിടത്തൊക്കെയോ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് കേസ് കൊടുത്തത്. അപ്പൊ നമ്മളൊരു 141 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അവരൊരു കണക്ക് തന്നത് അത് ഒരുപാട് എണ്ണം ഡിഫക്റ്റ് ആണ്. അതിപ്പോ ഫംഗ്ഷൻ ചെയ്യുന്നതേ ഇല്ല. ഉള്ളതിൽ തന്നെ അവരെ നമ്മുടെ പ്രാതിനിധ്യം കൊടുക്കുന്നതിൽ വളരെയധികം വീഴ്ച വരുത്തിയിട്ടുണ്ടോ. അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനകത്ത് ഒരു താൽക്കാലികമായിട്ട് കയറുകയോ അല്ലെങ്കിൽ കരാറടിസ്ഥാനത്തിൽ കയറുകയോ അവരെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്ന കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. അതിന് പ്രൊമോഷൻ ആണെങ്കിൽ പോലും കൃത്യമായിട്ട് അവർക്ക് കൊടുക്കുന്നില്ല. ഇതെല്ലാം വളരെയധികം വീഴ്ചയായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊരു എന്താ പറയുന്ന ഒരു ഡേറ്റ ആരും എടുത്തിട്ടില്ല എന്നുള്ളത് വളരെ ശരിയാണ്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 5 വർഷം കൂടുമ്പോൾ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിച്ച് ചെയ്യണമെന്നുള്ള ഒരു 1985 കേരള ഗവൺമെന്റിന് തന്നെ ഒരു സർക്കുലർ ഉണ്ട്. നമ്മൾ ആ കേസിൽ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഒന്നും യാതൊരു വിധമായിട്ടുള്ള ഡേറ്റകളും എടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു കാര്യം എടുത്തിട്ടില്ല. അപ്പം ഈ 2006 വന്ന നാഗരാജ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേസിലാണ് ആദ്യമായിട്ട് പറഞ്ഞത് SC/STക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞത്. പക്ഷെ അത് നമ്മൾ ഇതുപോലെ തന്നെ ഈ വളരെ അസ്വസ്ഥത ഉണ്ടാക്കി പരാതികളൊക്കെ വന്നപ്പോൾ അവർ അതവിടെ നിർത്തുകയും ഒന്നും ചെയ്തില്ല. പിന്നെയാണ് ഈ 2018-19 ജർണൽ സിംഗ് എന്ന് പറഞ്ഞ കേസ്. അതിൽ പറഞ്ഞു സംവരണം ഇതിനകത്ത് SC/STക്കും കൂടി ഇത് ക്രീമി ലെയർ ആപ്ലിക്കബിൾ ആക്കണമെന്ന് പറഞ്ഞു. അതും വന്നു. അതും ഒന്നും ഈ 2 ജഡ്ജ്മെന്റ്സും ക്രീമി ലെയർ നടപ്പാക്കണമെന്ന് പറഞ്ഞ് വന്നപ്പോഴും എന്തുകൊണ്ട് നടന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 9-അംഗ ബെഞ്ച് ഇന്ദിരാ സാഗറിന്റെ കേസ് ഉണ്ടായിരുന്നു. അതായത് മണ്ഡൽ കമ്മീഷനിൽ നിന്ന് വന്ന മണ്ഡൽ കമ്മീഷൻ തന്നെ ഓഫീസേഴ്സ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് 75-ൽ വന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പിന്നെ 1990-ൽ മാത്രമേ അത് വെളിച്ചം കാണുന്നുള്ളൂ. അതിനെ
കോടിക്കണക്കിന് രൂപയാണ് വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നത്, SC/ST വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നത്. അപ്പൊ അതിനെ ഒഴിവാക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സാധിക്കും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് വളരെ സന്തോഷമായിരിക്കും. കാരണം PhD ഉള്ള കുട്ടികൾക്ക് പൈസ കിട്ടാതെ കൂലിപ്പണിക്ക് പോവുകയും അങ്ങനെ കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. കേസ് വരുമ്പോൾ മാത്രം എന്തെങ്കിലും ഒരു പൈസ കൊടുക്കും. അപ്പൊ ഇതിങ്ങനത്തെ ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഇതിന്റെയൊക്കെ പരിണത ഫലമായിട്ടുണ്ടാകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മൾ ഇതിനെ നേരിടും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഇതുപോലെ സജഷൻസിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 141 ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാപ്പാടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് നമ്മുടെ ഗീതമാഷ് വായിച്ചത്. അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. 342 എന്ന് പറയുന്നത് ശരിക്കും ഷെഡ്യൂൾഡ് ട്രൈബിനെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിളാണ്. ആ 342 ഒരു പ്രൊവിഷനും കൂടെ ചേർത്ത് വെച്ചു, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്തു. അത് എന്തിനാണെന്നറിയോ? അത് OBC-യെ സംബന്ധിച്ചിട്ടാണ്. 342K അത് ഇതൊന്ന് കോവിഡ് സമയത്താണ് അത് വരുന്നത്. അതിന്റെ ചർച്ചയൊക്കെ എന്നെ കൂടെ പങ്കെടുപ്പിച്ചിരുന്നു. അപ്പൊ അതെന്ന് പറയുന്നത് പാർലമെന്റിന് മാത്രമേ അധികാരമുള്ളതാണ്. കാരണം OBC ലിസ്റ്റിലേക്ക് ഒരു ജാതിയെ ചേർക്കണമെങ്കിലും ഒരു ജാതിയെ മാറ്റണമെന്നുണ്ടെങ്കിലും അത് പാർലമെന്റിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ OBC-യുടെ കാര്യത്തിൽ അത് നിലനിർത്തുകയും SC/ST-യുടെ കാര്യത്തിൽ അത് മാറ്റുകയും ചെയ്യുന്ന എന്ന് പറയുന്നത് അതൊരു വലിയ കള്ളക്കളി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 342 അവരവിടെ സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. അത് പുതിയതായിട്ട് ചേർത്തതാണ്, ഇപ്പോഴൊന്നും കൊണ്ടുവന്നല്ല. കാരണം അവർക്കൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു, അത് കറക്റ്റാണ്. പക്ഷെ അതിൽ മനുഷ്യനൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ 342A എന്ന് പറയുന്നത് അത് കൂട്ടിച്ചേർത്തത് ഇതുപോലെ തന്നെ നമ്മുടെ പോലെ തന്നെ കൊണ്ടുവന്നതാണ്. പക്ഷെ അത് നിലനിർത്തുകയും അതേസമയം SC/ST-ക്കുള്ള 341 342 കയറിയിട്ട് പറ്റില്ല അത് സ്റ്റേറ്റിന് ചെയ്യാമെന്ന് പറയുന്ന അത്രമാത്രം വിരോധാഭാസമായിട്ടുള്ള അത്രമാത്രം എന്താ പറയുന്ന ഒരു ഭയങ്കര ഒരു വഞ്ചനയും ചതിയും ഒക്കെ അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് വളരെ ദൃഷ്ടിയോടുകൂടി തന്നെ നോക്കേണ്ടതാണ്. ഇപ്പൊ ഗീതമാഷ് പറയുന്നത് എങ്ങനെയാണ് ഒരു അമെന്റ്മെന്റ് വരുത്താന്ന് ചോദിച്ചാൽ നിയമം എന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും നിയമം മാറ്റി മതി, നിയമം കൂടി സൃഷ്ടി ഉണ്ടാക്കാമെന്ന് പറയാം, നിർമ്മിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരുപക്ഷെ കൂടുതൽ കൺഫ്യൂഷൻ ആവില്ല എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഈ ജഡ്ജ്മെന്റിനെ മറികടക്കാൻ 341 1 2 ഇട്ടു. പിന്നെ 3 കൂടെ എന്താ പ്രശ്നം? അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ വൈഡ് മൂവ്മെന്റ് നടത്തിക്കഴിഞ്ഞാൽ മാത്രമേ അതിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവിടെ ഇരുന്ന സാറ് മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾ ഒന്നും കൂടെ മനസ്സിലാക്കുക, മണിപ്പൂരിനെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞത്. കാരണം മണിപ്പൂരിൽ ഒരു കാരണവശാലും 341 342 വരുന്നത് അത് ട്രൈബ്സ് ആണ് അവിടെ ഉള്ളത്. 342 ഒരു കാരണവശാലും ഒരു SC വിഭാഗത്തിനെ ഒരു ST-യിലേക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ അവിടുത്തെ ഒരു കോടതി നേരെ ഒരു ഹൈക്കോടതി കയറി ഇതിനകത്തോട്ട് കയറി അവിടെ ഉള്ള ഒരു ഒരു SC വിഭാഗത്തെ ഗോത്രവർഗത്തിലേക്ക് ആക്കി. അതാണ് പ്രശ്നമായിട്ട് കൊണ്ടുവരിക. അപ്പൊ മറ്റൊരു പ്രശ്നം ഉണ്ടാക്കി. ഇത് രാജ്യം മുഴുവൻ സംസ്ഥാനം മുഴുവൻ കത്തിയിരിക്കുന്നതൊക്കെ നമുക്കറിയാം. നമ്മൾ അതിനകത്തെല്ലാം സമരവും സത്യാഗ്രഹവും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ മാറ്റോമിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ ഇപ്പൊ നമ്മൾ അതിനകത്ത് പ്രാപ്തരാണോ ഒരു ഇതൊക്കെ ഡിവൈഡ് ചെയ്യാനായിട്ട് നമ്മളതിന് എന്താ പറയുക അതിന് നമ്മളുടെ സ്ഥാപിക്കുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. IIM-ഉം IIT ഒക്കെ നോക്കിയാൽ മാത്രം മതി. കാരണം IIM-ലും IIT-ലും എത്ര ഉദ്യോഗസ്ഥരാണുള്ള മക്കളാണ് പഠിച്ചെന്ന് പറഞ്ഞാലും മിക്കവർക്കും അവിടെ അഡ്മിഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോ അങ്ങനെ ഇനിയും നമ്മൾ അപ്രാപ്യമായിരിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് തൊടാൻ പറ്റാത്ത സ്ഥാപനങ്ങൾ ഈ നാട്ടിലുണ്ട്. അഥവാ അവരുടെ അഡ്മിഷൻ കിട്ടിപ്പോയി കഴിഞ്ഞാൽ അവരവിടെ പഠിക്കാനായിട്ട് നല്ലൊരു സൗകര്യത്തോടു കൂടിയോ സമാധാനത്തോടു കൂടി ഈ സോവറിൻ രാജ്യം സെക്യുലർ രാജ്യം എന്ന് പറയുന്ന രാജ്യത്ത് അവർക്ക് അവിടെ പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മരിച്ചുപോയവരെ കുറിച്ച് അറിയാം, നമ്മുടെ ഓഫീസിലെ പോലെ അറിയാം. പിന്നെ പല കുട്ടികളും OBC-യിലുള്ള കുട്ടികളും എല്ലാവരും ഒരുപാട് പേര് അവിടെ നിന്ന് നിൽക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത് പോരുന്ന കാര്യമുണ്ട്. അപ്പൊ അവിടെ നിന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ ഒരു ഇതുപോലെ തന്നെ ഒരു കേസിൽ എൻ്റെ അടുത്ത് കോടതി ചോദിച്ചു, ശതമാനം അത് പിന്നെ ഇവിടെ ജാതി സംവരണമൊന്നുമല്ല വേണ്ട അടുപ്പം കൊണ്ടാണ്. മോളിൽ എന്നോട് ചോദിച്ചു പിന്നെ ജാതി സംവരണമാണ് ഇതുമല്ല ഇവിടെ സാമ്പത്തിക സംവരണമാണ് വേണ്ടത് കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു സാർ എത്ര ഉന്നത പോസ്റ്റ് ആയിക്കോട്ടെ, സാറ് പോയിക്കോട്ടെ, ഒരു IPS ഓഫീസർ ആയിക്കോട്ടെ, അവൻ അത് കഴിഞ്ഞ് അവിടെ വന്നിരുന്ന് കഴിഞ്ഞിട്ട് പതുക്കെ പറയാം വിലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നില്ല സാർ. ഇതല്ലേ ഇവിടുത്തെ സാമ്പത്തിക സംബന്ധം,
അതല്ലല്ലോ നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ കറക്റ്റായിട്ട് പറയാം, അറിഞ്ഞിരിക്കുന്ന ഒരു കോടതി തന്നെ ഞാൻ ചോദിച്ചതാണ്. അതൊരു 7 വലിയൊരു കോടതിയാണ്, 7 എന്ന് പറഞ്ഞിട്ട് പഴയ കോടതിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ എത്ര ഉന്നതനായെന്ന് പറഞ്ഞാൽ അവരുടെ ജാതി കുറിച്ച് കഴിഞ്ഞാൽ ആ ജാതി ആയതുകൊണ്ട് അല്ലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോന്നാണ് ഈ സാമ്പത്തിക സംവരണം, അതിന്റെ എന്താണ് സാമൂഹ്യമാണോ സാമ്പത്തികമാണോ അപ്പൊ സാറിന് മനസ്സിലാവില്ലേന്ന് അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അഭിലാഷം പറഞ്ഞ പോലെ 330, 332 ഈ പറഞ്ഞ പോലെ അത് നമുക്ക് കയറി ഇപ്പൊ പറയാനാണ്. കാരണം നമുക്ക് പുനാപ്പാർക്കിലേക്ക് നയിച്ച ആ ഡോക്ടർ അംബേദ്കറുടെ വീക്ഷണത്തെ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ഇടപെടാനായിട്ട് രാഷ്ട്രീയത്തിന് അപ്പുറമായിട്ട് എന്തെങ്കിലും അവരുടെ വിപ്പിലെ മാറ്റി വെച്ചിട്ട് ഇടപെടാനുള്ള ഒരു എന്തായാലും ഒരു കാര്യം നമുക്കത് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതിനും എന്തെങ്കിലും ഒരു ക്വാളിറ്റേറ്റീവ് ഡ്യൂറിംഗ് ഇലക്ട്രേഷൻ ബാബാസാഹിബിന്റെ അവസാനം ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ക്വാളിറ്റേറ്റീവ് ഡ്യൂറിംഗ് ഇലക്ട്രേഷൻ ചെറിയ ഭേദഗതി ആകാമെന്ന് പറഞ്ഞത്. അപ്പം അതിന് നമുക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അതിനെ തിരിച്ചു അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ എന്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്നെക്കാളും കൂടുതൽ വായിക്കുന്ന ഒരാളാണ്. എന്റെ എക്സ്പ്ലനേഷൻ ഒന്നും കൂടിക്ക് ആവശ്യമില്ല. പിന്നെ ഈ കോടതി പിന്നെ ചോദിച്ചാ അപ്പൊ പിന്നെ കട്ടൻ എന്ന് പറയുന്ന ഒരാള്, അപ്പൊ കട്ടൻ എന്ന് പറയുന്ന ആളുടെ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രാഹ്മണന്റെ ലൈസൻസിലും പിന്നെ കഴിക്കാൻ പറ്റുമോ, അമ്പലത്തിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ ആരെ കണ്ടു കഴിഞ്ഞാൽ മാറാൻ പറ്റുമോ, മാറേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന എക്സ്പ്ലനേഷൻസ് ജഡ്ജ്മെന്റിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരെ ചോദിച്ചത് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ നിങ്ങൾ അൺടച്ചബിൾ ആണെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ, ഈ അൺടച്ചബിലിറ്റി പറഞ്ഞുകൊണ്ട് റിസർവേഷൻ ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നാണ് പുള്ളി ചോദിച്ചു വന്നത്. എന്തായാലും അതിന്റെ എന്നെക്കാൾ കൂടുതൽ ആ വിഷയങ്ങൾ പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലൊന്നും പോകുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താമെന്ന് വിചാരിക്കുകയാണ്. നമ്മളിപ്പോ ഈ പറഞ്ഞ ക്രീമി ലെയർ എന്ന് പറയുന്ന ഒരു സങ്കല്പമായാലും പിന്നെ അതുപോലെ തന്നെ സബ് ക്ലാസിഫിക്കേഷൻ ആയാലും നമ്മളെ ആഗ്രഹപ്പെടുത്താൻ പോകുന്നിരിക്കുന്നത് നമ്മുടെ ഇടയിൽ ഒരു ഇക്കണോമിക് റിസർവേഷൻ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. ഇക്കണോമിക് റിസർവേഷൻ കൊണ്ടുവരുന്നത് അത് ഒരു കാരണവശാലും കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്തിരുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് തുടക്കം മുതലേ ആ ഇക്കണോമിക് റിസർവേഷനെ നമ്മൾ എതിർത്തത്. നമ്മൾ തുടങ്ങി ഒരുപാട് പേര് പിന്നെ ബാക്ക്വേർഡ് ക്ലാസ്സസ് ഒക്കെ പിന്നെ അതിനെ എതിർത്തിരുന്ന ഞങ്ങളൊക്കെ തുടക്കത്തിൽ 2019 തുടക്കത്തിൽ എന്റെ ഡിസ്കഷന് വേണ്ടി പോയിരുന്നതാണ്. അങ്ങനെ ഒരു കാര്യം കൊണ്ടുവരാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥ മാത്രമാണ് അതിന് ഒരു മാനദണ്ഡമായിട്ട് എടുത്തത്. പക്ഷെ അവരുടെ ആളുകൾക്ക് വേണ്ടി നമുക്ക് അത് പാർട്ടിയെ വേർതിരിച്ച് കാണാതിരിക്കാനായിട്ട് ഒരു നിവൃത്തിയില്ല. കാരണം ഇവിടെ നമ്മൾക്ക് പേരിന് മാത്രം 1-2 ജഡ്ജിമാരെ കൊടുക്കാറാണ്, അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇതിന് ചെയ്യിപ്പിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് എന്താ പറയുക, അങ്ങനെ ഒരു EWSന്റെ ഭാഗത്തേക്കൊന്നും നമ്മളെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കാര്യം ആയിട്ടില്ല. അതായത് സാമൂഹ്യാവസ്ഥ പിന്നാക്കാവസ്ഥ മാത്രം വെച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ സാമൂഹ്യ പിന്നോക്കാവസ്ഥ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ല പറഞ്ഞാൽ മെറിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മളെ കേൾക്കില്ല. കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞിട്ട് കോമ്പിറ്റൻസി ഉണ്ടോ, അവർക്ക് അതിനുള്ള കാര്യപ്രാപ്തി ഉണ്ടോ എന്ന് തുടങ്ങിയിട്ടൊരു കാര്യത്തിൽ നമ്മളെ ആലോചിക്കില്ല. അപ്പം ഈ പറയുന്ന വലിയ വലിയ കോഴ്സുകളിലായാലും വലിയ വലിയ പോസ്റ്റുകളിലായാലും ഞാൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേർക്ക് എന്താ കാര്യം പറഞ്ഞു വരുമ്പോൾ നമുക്കതിനെ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് നിങ്ങൾക്ക് യോഗ്യതയില്ലാന്ന് അവർ പറഞ്ഞെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് പറഞ്ഞാൽ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ. അപ്പൊ അങ്ങനെ നമ്മളെ ഒരു നല്ല പോസ്റ്റിലോ നല്ല വിദ്യാഭ്യാസ കോഴ്സിനോ നമ്മളെ തോന്നിപ്പിക്കാതെ വരുന്ന ഒരവസ്ഥ, അങ്ങനത്തെ ഒരു സാമൂഹ്യ പിന്നോക്കാവസ്ഥ നമ്മൾ നേരിടുന്നിടത്തോളം കാലം നമ്മളുടെ ആർക്കെങ്കിലും 1-2 പേർക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു ക്രിമിനലാക്കി മാറ്റുന്നതിനോ ആ ഉദ്യോഗത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ബേസിൽ നമ്മളെ തരംതിരിക്കുന്നതിനോ ഒരു കാരണവശാലും നമ്മൾ അതിനെ അനുവദിക്കാൻ പാടില്ല. ശക്തിയുക്തമായിട്ട് നമ്മൾ അത് എതിർക്കേണ്ടതാണ്. പിന്നെ പറഞ്ഞ റീപെറ്റീഷൻ ഈ പറഞ്ഞതെല്ലാവർക്കും ഒരുപാട് വർഷം നടക്കും, അതൊക്കെ കറക്റ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ നമുക്ക് ലീഗലായിട്ടുള്ള ഒരു റെമഡി കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ വിശ്വസിച്ച് മുന്നോട്ട് ഇവിടെ നിൽക്കണം എന്നല്ല പറയുന്നത്. ആ ഒരു ഭാഗവും നമ്മൾ വിറ്റ് കളയാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ ഈ പാർലമെന്റ് നിയമം പാസ്സാക്കി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ
വിദ്യാഭ്യാസ അവകാശമില്ലേ? ആ വിദ്യാഭ്യാസ അവകാശം ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ പഞ്ചായത്തും ഓരോരോ വീട്ടിൽ ചെന്നിട്ട് ഓരോരോ കുട്ടികൾ പഠിക്കുന്നതിനെ കുറിച്ച് കണക്കെടുത്ത് എത്ര കുട്ടികളുണ്ട്, അവരെങ്ങനെ പഠിക്കുന്നു, എവിടെ പഠിക്കുന്നു എന്നുള്ള കണക്കുകൾ എടുത്തിട്ട് വേണം ഈ വിദ്യാഭ്യാസ അവകാശ ബില്ലിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തുകളെയും അതുപോലെ മുനിസിപ്പാലിറ്റികളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സർക്കാരിന് തന്നെയാണ് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്തം. പിന്നെ ഈ പറഞ്ഞതുപോലെ പേ ബാക്ക് ടു സൊസൈറ്റി അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ടു സൊസൈറ്റി എന്ന് പറഞ്ഞത് നമുക്ക് നമ്മുടെ ഡോക്ടർ അംബേദ്കർ തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളും പ്രവർത്തിക്കുന്നത്, തരുന്നതും കഴിയുന്നതും ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റിനുള്ള ഡ്യൂട്ടിയിൽ നിന്ന് ഗവൺമെന്റ് ഒട്ടും മാറാൻ പറ്റില്ല. ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് ഒരേപോലെ നിൽക്കുന്നവരെ പിന്നെ ഒരു ഭാഗം ഉയർന്നു വന്നിട്ടുണ്ട്, താഴെ നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരും. പാരമ്പര്യാർത്ഥ പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ട്, നാടൻ സമുദായത്തിന് കൃത്യമായിട്ട് കാടിന്റെ ജോലി കുറച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അത് സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ തന്നെയാണ്. ഒരു കാരണവശാലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ തൊടാനായിട്ട് നമുക്കെന്തായാലും ഒരു കാര്യം തൊടാനായിട്ട് നമ്മൾ സമ്മതിക്കരുത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതെല്ലാം നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ നേടിയെടുക്കണം. അതിനായിട്ട് നമ്മൾ ശ്രമിക്കണം. ആരും പിന്നോട്ട് പോകലേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കൊടുത്തത് എന്ത് ബേസിലാണ്? based on their whether it is based on their population and other or whether it is based on their population plus that social backward. population